2002 തുടങ്ങി അഭിനയം. അതിന്റെ പിന്നിൽ കുറേ ഉണ്ട്. എന്താണ് ഈ ചുറുചുറുക്കിന്റെ രഹസ്യം? ചുറുചുറുക്കിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ള ഒരു താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഈ താല്പര്യം പോയാൽ ഇവിടെ നിന്ന് പുറത്താണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചുറുചുറുക്കോടി നിൽക്കുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക. സിനിമ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും ആക്ടിങ്ങിൻ്റെ മെത്തേഡും സ്ക്രിപ്റ്റിങ്ങിൻ്റെ രീതികളും ടേക്കിങ്ങിൻ്റെ രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2002 ഞാൻ വന്ന സമയത്തുള്ള ടൈപ്പ് ഓഫ് സിനിമകളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നീശമാധവനാണ് ഫസ്റ്റ് വന്ന സിനിമ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ടെക്നീഷ്യൻസും കുറേ പേര് മാറി പുതിയ ആൾക്കാർ വന്നു, ആക്ടേഴ്സും കുറേ പേര് മാറി പുതിയ ആൾക്കാർ വന്നു. അപ്പോൾ ഒരു പുതിയ ജനറേഷൻ്റെ ഒപ്പമായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും അപ്ഡേറ്റ് ആയിട്ട് ആ ഒഴുക്കിനൊപ്പം സൈഡിലൂടെ ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അല്ലേ? സർവൈവലാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സിനിമ ഇല്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കായില്ല. കാരണം ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതരം ജോലികൾ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 10-14ഓളം തരം ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ സിനിമ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേതെങ്കിലും ഒരു ജോലിയിലേക്ക് തിരിച്ചു പോകും. പക്ഷെ സിനിമയില്ലെങ്കിൽ എന്തെന്നൊന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങിയില്ല. കാരണം സിനിമ ഇവിടെ തന്നെ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. നമ്മളാണ് സിനിമയ്ക്ക് വേണ്ടത്. നമുക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്ക് നമ്മളെ വേണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ സിനിമയിൽ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ബിഹേവിങ് പാറ്റേണൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ച് സിനിമയും ഒരു സ്ഥാനം തരിക. അപ്പോൾ അതിന് ഇങ്ങനെ പോകുന്നു. അതിനു വേണ്ടി ദിനേശ് പ്രഭാകർ എന്ന് പറയുന്ന ആക്ടർ എന്താ ചെയ്യണേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കുന്നു. നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയ പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്, അത് കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകളുണ്ട്. ചിലത് നമ്മുടെ സൗഹൃദങ്ങളുടെ പേരിലായിരിക്കും നമ്മുടെ വർക്കുകൾ. അപ്പോൾ ഇതാ എൻ്റെ പടത്തിൽ വേണം എന്നുള്ള രീതിക്ക് നമുക്ക് ആഗ്രഹമുള്ള ഒത്തിരി ഫിലിം മേക്കേഴ്സും ആളുകളും ഉണ്ടാവും. അത് നമ്മൾ തേടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 ട്രാക്കിലൂടെ അതിന് ഒരു മടിയും കൂടാതെ തേടിപ്പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഞാനങ്ങനെ ഒരു ഓരോരുത്തരെ വിളിച്ച് ശല്യപ്പെടുത്തി അങ്ങനെ ചാൻസ് ചോദിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പക്ഷേ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഒരു ചമ്മലുണ്ട് അതിന് ചോദിക്കാനായിട്ട് പണ്ട് മുതൽ. പക്ഷെ അവരുമായിട്ടുള്ളൊരു സൗഹൃദം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പടത്തിൽ ഇതുവരെ അഭിനയിക്കാതിരുന്നിട്ടുണ്ട്. അതിലെനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചില്ല എന്ന് വെച്ചാൽ അവരോടുള്ള സൗഹൃദങ്ങൾ നമ്മൾ ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. അവരുമായിട്ടുള്ള ആ സൗഹൃദം അതങ്ങനെ നിലനിർത്തുന്നു. ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അവരുടെ സിനിമയിൽ അഭിനയിക്കാതിരിക്കാം. പക്ഷെ സുഹൃത്ത് ബന്ധം വേറെ, സിനിമ വേറെ, അങ്ങനെയാണ് പോകുന്നത്. സൺഡേസ് എങ്ങനെയാണ്? സൺഡേസ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നാൽ അറിയാലോ, സൺഡേസും മൺഡേസും ഒന്നുമില്ല. വർക്കിംഗ് ഈസ് വർക്കിംഗ്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും സൺഡേ ഒരു ഹോളിഡേ ആണ് ശരിക്കും. അപ്പോൾ എനിക്ക് സിനിമയല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ശരിക്കും. ഞാൻ ബുക്ക് റീഡിംഗ് ഉണ്ട് കുറച്ച്. അപ്പോൾ കുറേ ബുക്സ് വാങ്ങിച്ച് വയ്ക്കും. പക്ഷേ യാത്രകൾ എപ്പോഴും ഉള്ളതുകൊണ്ട് യാത്രകളുടെ ഇടയ്ക്കായിരിക്കും ബുക്ക് റീഡ് ചെയ്യുക. പിന്നെ ഒരു യാത്രികനാണ്. അപ്പോൾ ഒരു സൺഡേ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോയേക്കാന്ന് കരുതി ഇറങ്ങും. മ്യൂസിക്കിനോട് ഭയങ്കര പാഷൻ ആയതുകൊണ്ട് യാത്രക്കിടയിൽ മ്യൂസിക് ഉണ്ട്, അല്ലാതിരിക്കുമ്പോഴും മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഈ സംഗീതം, യാത്ര, ഭക്ഷണം, വായന എല്ലാം ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർന്നാണ് സൺഡേ എന്ന് പറയുന്നത്. എന്നും സൺഡേ ആവട്ടെ എന്നും ആഗ്രഹമുണ്ട്. നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. അതെ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ മുഷിപ്പിക്കാതെ, അവർക്ക് ബോറടിപ്പിക്കാതെ കുറേ കാലവർഷം നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെല്ലാ പ്രാർത്ഥനകളും. സന്തോഷം. താങ്ക് യു ഏട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മറാഠിയിൽ എന്താ താങ്ക് യു എന്ന് പറയാ? ശുക്രിയ. ശുക്രിയ.